Hello dear children, welcome to Kids Area Online. Class 3 മലയാളം എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കണ്ടാലോ? നോക്കാം. ഓക്കെ. കിഡ്സ് ഏരിയ ഓൺലൈൻ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തേർഡ് ടേം ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ 29 തിങ്കളാണ്. 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ട്യൂഷൻ നൽകുന്നത്. മൺഡേ ടു ഫ്രൈഡേ എല്ലാ ദിവസവും വൈകിട്ട് 1 അവർ ലൈവ് ക്ലാസ് ആണ് വരുന്നത്. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ്സുകൾ വരുന്നത്. റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതിയാകും. 9746487799. ഇതിനു പുറമെ ഇംഗ്ലീഷ്, മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കുള്ള ക്ലാസ് ആണ്. അത് ഇനി ഏപ്രിലാണ് അടുത്ത ബാച്ച് സ്റ്റാർട്ട് ആകുന്നത്. മാർച്ചിൽ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യും. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ എക്സാമിന്റെ ഒന്നാമത്തെ പ്രവർത്തനം വായിക്കാം എഴുതാം എന്നുള്ളതായിരുന്നു. ആദ്യം സിയയുടെ ഡയറിയാണ് നൽകിയിട്ടുള്ളത്. സിയയുടെ ഡയറിയും അത് വായിച്ച ശേഷം അതുമായി ബന്ധപ്പെട്ട ഒരു 5 ചോദ്യങ്ങളും ഉണ്ട്. അതിന് ഉത്തരം എഴുതണം. ഇന്നത്തെ ദിവസം മറക്കാനേ കഴിയില്ല. മുത്തശ്ശിയോടൊപ്പമാണ് സ്കൂളിലേക്ക് പോയത്. പാടവരമ്പിലൂടെയായിരുന്നു യാത്ര. പച്ച വിരിച്ച പാടം, ചെറുകാറ്റിൽ ഇളകിയാടുന്ന നെൽക്കതിർ, തത്തക്കൂട്ടം കതിർമണി കൊത്തിപ്പറന്നു. മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന പുൽനാമ്പ് കാലിൽ പയ്യെ പയ്യെ ഇക്കിളിയാക്കി. കളകളം പാടി ഒഴുകുന്ന അരുവി, പാട്ടിനൊപ്പം നൃത്തം ചെയ്ത് നീന്തി തുടിക്കുന്ന ചെറുമീനുകൾ. അവരോട് വിശേഷങ്ങൾ പറയുക പതിവായിരുന്നു. എന്നാൽ ഇന്നത്തെ കാഴ്ച എന്റെ കണ്ണു നിറച്ചു. ചെറുമീനുകളെല്ലാം മലർന്ന് അനക്കമറ്റ് കിടക്കുന്നു. ഒരു പുൽനാമ്പൊടിച്ച് ഞാൻ നീരൊഴുക്കിലേക്കിട്ടു. അവർ ഒരുമയോടെ വരേണ്ടതാണ്, പക്ഷെ വന്നില്ല. മുത്തശ്ശി പറഞ്ഞു, ആരോ വിഷമാലിന്യം തോട്ടിലേക്ക് ഒഴുക്കിയത്രേ. പാവം മീൻകുഞ്ഞുങ്ങൾ. മനുഷ്യന്റെ ലാഭക്കൊതിയിൽ എത്രയെത്ര ജീവനുകളാണ് പൊലിഞ്ഞു പോകുന്നത്. ഈ ഭൂമി എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്ന് എന്തേ അവർ ഓർക്കുന്നില്ല? സിയയുടെ ഡയറി വായിച്ചല്ലോ. ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതൂ. ഒന്നാമത്തേത്, മഞ്ഞിൽ കുളിച്ചു നിന്നത് ആരാണ്? മഞ്ഞിൽ കുളിച്ചു നിന്നത് പുൽനാമ്പാണ്. ജലം എന്ന പദത്തിനു പകരം പ്രയോഗിച്ച വാക്ക് ഏത്? നീര്, മഞ്ഞ്, അരുവി, പാടം. നീര് ആണ് ഉത്തരം. ഇന്നത്തെ കാഴ്ച എന്റെ കണ്ണു നിറച്ചു. അടിവരയിട്ടിരിക്കുന്ന പദക്കൂട്ട് പ്രകടമാക്കുന്ന ഭാവം. സന്തോഷം, സങ്കടം, ഭയം, കോപം. കാഴ്ച എന്റെ കണ്ണു നിറച്ചു. സങ്കടമാണ്. മീൻ മലർന്നു കിടക്കുന്നു അല്ലെ, അനക്കമറ്റ് കിടക്കുന്നു. അപ്പൊ സങ്കടമാണ് ഇതിൽ കാണുന്ന പ്രകടമായ ഭാവം. ഡി ക്വസ്റ്റ്യൻ, മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന പുൽനാമ്പ് കാലിൽ പയ്യെ പയ്യെ ഇക്കിളിയാക്കി. അടിവരയിട്ടിരിക്കുന്ന പദക്കൂട്ട് എന്താണ് അർത്ഥമാക്കുന്നത്? പയ്യെ പയ്യെ എന്ന് പറഞ്ഞാൽ എന്താണ്? വേഗം വേഗം, തൊട്ടു തൊട്ട്, പറന്നു പറന്ന്, പതുക്കെ പതുക്കെ. പതുക്കെ പതുക്കെയാണ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ, മീനുകൾക്ക് ജീവനില്ല എന്ന് സൂചിപ്പിക്കുന്ന വാക്യം ഏത്? നീന്തി തുടിക്കുന്ന ചെറുമീനുകൾ, ചെറുമീനുകളെല്ലാം മലർന്ന് അനക്കമറ്റ് കിടക്കുന്നു, പാവം മീൻകുഞ്ഞുങ്ങൾ, ആരോ വിഷമാലിന്യം തോട്ടിലേക്ക് ഒഴുക്കിയത്രേ. പാവം മീൻകുഞ്ഞുങ്ങളാണോ? അല്ല, ചെറുമീനുകളെല്ലാം മലർന്ന് അനക്കമറ്റ് കിടക്കുന്നുവാണ് ശരി ഉത്തരം. ഇതായിരുന്നു ഒന്നാമത്തെ പ്രവർത്തനം. രണ്ടാമത്തെ പ്രവർത്തനം സിയ കണ്ട കാഴ്ചയാണ്. സ്കൂൾ വിട്ട് വരുമ്പോൾ സിയ കണ്ട കാഴ്ചയാണ് ചുവടെയുള്ളത്. ഒരു പാടമാണ്. പാടത്തുള്ള കാഴ്ചയാണ് കാണുന്നത്. ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ: എ ചോദ്യം, ചിത്രത്തിലെ ആശയവുമായി ബന്ധപ്പെട്ട് 2 ചൊല്ലുകൾ എഴുതൂ. ബി ചോദ്യം, ചിത്രത്തിൽ കാണുന്ന കൃഷി ഉപകരണങ്ങളുടെ പേരെഴുതൂ. ചിത്രത്തിലെ ആശയവുമായി ബന്ധപ്പെട്ട് രണ്ട് ചൊല്ലുകൾ എഴുതാൻ പറഞ്ഞാൽ നമുക്ക് ഏതൊക്കെ എഴുതാം? ഇന്നലെ പഠിപ്പിച്ചത് എന്തൊക്കെയായിരുന്നു? എല്ലു മുറിയെ പണി ചെയ്താൽ പല്ലു മുറിയെ തിന്നാം, വിത്താഴം ചെന്നാൽ പത്തായം നിറയും, ഞാറില്ലെങ്കിൽ ചോറില്ല എന്നൊക്കെ ഇന്നലെ പഠിപ്പിച്ച ഓർമ്മയുണ്ടോ? അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ പാഠവുമായി കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകളാണ്. അത് നമുക്ക് എഴുതാം. ഇനി രണ്ടാമത് ചോദിച്ചത് ബി ചോദ്യം, ഈ ചിത്രത്തിൽ കാണുന്ന പണി ഉപകരണങ്ങളുടെ പേര്, അതായത് കൃഷിപ്പണി ഉപകരണങ്ങളുടെ പേരുകൾ എന്തൊക്കെയാണ്? ഇവിടെ അരിവാളുണ്ട്, മൺവെട്ടിയുണ്ട്, കുട്ടയുണ്ട്, പറയുണ്ട്, മുറമുണ്ട്, ട്രാക്ടർ ഉണ്ട്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? എഴുതണം. 6 എണ്ണമെങ്കിലും എഴുതണം. കുറഞ്ഞത് 6 എണ്ണമെങ്കിലും എഴുതണം. പ്രവർത്തനം 3, വരയ്ക്കാം രസിക്കാം. സിയ എഴുതിയ മഴക്കാല അനുഭവം വായിക്കൂ. ആകാശം കോരിച്ചൊരിയുകയാണ്. വീട് തണുത്തു വിറച്ചു. മുറ്റം പുഴയായി. കുട്ടികൾ കടലാസ് തോണി ഒഴുക്കി. തോണി വെള്ളത്തിനൊപ്പം യാത്ര തുടങ്ങി. മുറ്റത്തെ ചെടികളും മരങ്ങളും കൈവീശി ശുഭയാത്ര നേർന്നു. സിയയുടെ മഴക്കാല അനുഭവങ്ങൾ വായിച്ചല്ലോ. ഈ മഴക്കാഴ്ചകൾ വരച്ച് നിറം നൽകൂ. അതായത് സിയയുടെ മഴക്കാലം വായിച്ചല്ലോ, മഴക്കാല അനുഭവം,
അതിനെ ചിത്രമാക്കി നിറം ചെയ്യുക. ആകാശം കോരിച്ചൊരിയുകയാണ്, അതായത് നല്ല മഴ. വീട് തണുത്തു വിറച്ചു, ഒരു ചെറിയൊരു വീടുണ്ട്. മുറ്റം പുഴയായി. ആ വീടിന് മുറ്റമുണ്ട്. മുറ്റത്ത് വെള്ളം നിറഞ്ഞൊഴുകയാണ്. കുട്ടികൾ കടലാസ് തോണി ഒഴുക്കി. അപ്പോൾ അവിടെ കുട്ടികൾ കടലാസ് തോണി ഒഴുക്കുന്ന ചിത്രം. മുറ്റത്തെ മുറ്റത്ത് ചെടികളും മരങ്ങളും വരയ്ക്കണം. അപ്പൊ ഇങ്ങനെ മഴക്കാഴ്ചകൾ വരച്ച് അതിന് എന്ത് ചെയ്യണം? നിറം നൽകുക എന്നുള്ളതായിരുന്നു പ്രവർത്തനം 3. പ്രവർത്തനം 4, 4A 4B എന്നീ 2 ഉണ്ട്. ഏതെങ്കിലും ഒന്നിനും ഉത്തരം എഴുതണം. ഒന്നാമത്തേത് പ്രവർത്തനം 4A ആണ്. ഇത് ചിത്രരചന മത്സരത്തിന് സിയ വരച്ച ചിത്രമാണ്. വിവരണം എഴുതുക. ചിത്രത്തെ അടിസ്ഥാനമാക്കി ഒരു വിവരണം എഴുതുക. ഇവിടെ എന്ത് ചെയ്യാണ്? മീൻപിടുത്തക്കാർ വലയിൽ മീൻ പിടിക്കുന്നുണ്ട്. വെള്ളത്തിൽ വള്ളം ഒഴുകുന്നുണ്ട്. മീൻപിടുത്തക്കാർ അതിൽ നിന്ന് മീൻ പിടിക്കുന്നുണ്ട്. പക്ഷികൾ ആകാശത്തുകൂടെ പറക്കുന്നു. കുട്ടികൾ പട്ടം പറത്തി കളിക്കുന്നുണ്ട്. കരിക്ക് വിൽപ്പന നടത്തുന്നുണ്ട്. ഐസ്ക്രീം വിൽപ്പന നടത്തുന്നുണ്ട്. കുട്ടികൾ ഐസ്ക്രീം കുടിക്കുന്നുണ്ട്. കുട്ടികൾ ബോൾ കളിക്കുന്നുണ്ട്. അങ്ങനെ പലതും എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ചിത്രത്തിൽ ഇതൊരു മനോഹരമായ ഒരു കടൽ തീരത്തിന്റെ ചിത്രമാണ്. കടൽ തീരത്തിന് അരികിൽ എന്തൊക്കെ കാണുന്നു? കടലിൽ എന്തൊക്കെ കാണുന്നു? കടലിന്റെ മുകളിൽ പക്ഷികൾ പറക്കുന്നു. ഇങ്ങനെ എഴുതേണ്ടതാണ് വിവരണം എഴുതുക എന്ന് പറഞ്ഞാൽ. 4B ചോദ്യം, വരികൾ കൂട്ടിച്ചേർക്കാം. താൻ വരച്ച ചിത്രം കണ്ടപ്പോൾ സിയയ്ക്ക് അതിനെക്കുറിച്ചൊരു പാട്ട് പാടാൻ തോന്നി. പാട്ടിന്റെ ആദ്യ ഭാഗമാണ് ചുവടെയുള്ളത്. കൂടുതൽ വരികൾ എഴുതി ചേർക്കൂ. പട്ടം കണ്ടൊരു കാഴ്ചകളൊക്കെ എന്തൊരു രസമാണേ, കടലും കടലിലെ തിരമാലകളും കരയെ പുൽകുന്നേ. ഇങ്ങനെ വരികൾ എന്ത് ചെയ്യാം? എഴുതാം. പട്ടം കണ്ടൊരു കാഴ്ചകളൊക്കെ എന്തൊരു രസമാണേ. വീണ്ടും എന്താണോ കണ്ടത് ആ കാഴ്ചകൾ എഴുതുക. അങ്ങനെ കുറഞ്ഞത് 4 വരിയെങ്കിലും എഴുതണം. എന്നാൽ മാത്രമേ മാർക്ക് കിട്ടത്തുള്ളൂ. 5ാമത്തെ ചോദ്യം 2 ഉണ്ട്. 5A അല്ലെങ്കിൽ 5B ഏതെങ്കിലും ഒന്നിന് ഉത്തരം എഴുതിയാൽ മതി. ക്രിസ്മസിന് കുടുംബത്തോടൊപ്പം സിയ യാത്ര പോകുന്നുണ്ട്. പുഴയും വെള്ളച്ചാട്ടങ്ങളുമുള്ള പ്രകൃതി സുന്ദരമായ ഒരിടത്തേക്കാണ് യാത്ര. യാത്രയിൽ കൂട്ടുകാരിയായ അനുവിനെയും കുടുംബത്തെയും കൂട്ടാൻ അവൾക്ക് മോഹം. അവളുടെ ഇഷ്ടത്തെ എല്ലാവരും അഭിനന്ദിച്ചു. അപ്പോൾ അതിൽ ആദ്യത്തേത് കത്തെഴുതാം. യാത്രയ്ക്ക് അനുവിനെയും കുടുംബത്തെയും ക്ഷണിച്ചുകൊണ്ടൊരു കത്തെഴുതൂ. കത്തെഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ടീച്ചർ പറഞ്ഞു തന്നു ഇന്നലെ. വലതുവശത്തെ മുകളിൽ സ്ഥലവും തീയതിയും. പ്രിയപ്പെട്ട, ഇടതുവശത്ത് എഴുതേണ്ട പ്രിയപ്പെട്ട അനുവിന്, താഴെ എഴുതുക ക്രിസ്മസ് അവധിക്ക് ഞങ്ങൾ ഒരു യാത്ര പോകുന്നുണ്ട്. പുഴയും വെള്ളച്ചാട്ടങ്ങളുമുള്ള പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ യാത്ര പോകുന്നത്. യാത്രയിൽ അനുവിനെയും കൂട്ടാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇന്ന ദിവസമാണ് ഞങ്ങൾ യാത്ര പോവുക. ഇത്ര മണിക്കാണ് പോകുക. അനുവും കുടുംബവും യാത്രയിൽ പങ്കുചേരാൻ എത്തിച്ചേരണമെന്ന് ക്ഷണിക്കുന്നു. അങ്ങനെ പറഞ്ഞിട്ട് ഒരു കത്ത് താഴെ സ്നേഹത്തോടെ സിയ വലതുവശത്ത്. ഓക്കെ, ഇങ്ങനെയാണ് കത്ത് എഴുതേണ്ടത്. 5B കഥ പൂർത്തിയാക്കാം. യാത്രക്കിടയിൽ മുത്തശ്ശി സിയയ്ക്കും അനുവിനും പറഞ്ഞുകൊടുത്ത കഥയുടെ ആദ്യ ഭാഗമാണ് ചുവടെയുള്ളത്. കഥ പൂർത്തിയാക്കൂ. കഥയ്ക്ക് തലക്കെട്ട് നൽകൂ. മനോഹരമായ ഒരു തടാകത്തിന്റെ തീരത്ത് ഒരു കൂട്ടം മാനുകൾ താമസിച്ചിരുന്നു. തടാകത്തിലെ വെള്ളം കുടിച്ചും തീരത്തെ പുല്ല് തിന്നും മാനുകൾ സന്തോഷത്തോടെയാണ് കഴിഞ്ഞത്. അങ്ങനെയിരിക്കെ കുറെ ആനകൾ വെള്ളം തേടി തടാകക്കരയിലെത്തി. അടുത്തെന്തായിരിക്കും സംഭവിച്ചത്? അതെന്ത് ചെയ്യുക? കഥയായിട്ട് എഴുതുക. ഓരോ കുട്ടികളും നിങ്ങളുടെ ആശയത്തിനനുസരിച്ച് ആ ഒരു ഭാവനയിലായിരിക്കും കഥ പൂർത്തിയാക്കിയിട്ടുണ്ടാവുക. കഥയ്ക്ക് തലക്കെട്ട് എല്ലാവരും കൊടുത്തു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതായിരുന്നു 3ാം ക്ലാസ്സിന്റെ മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ. ഈസി എക്സാം ആയിരുന്നു. എല്ലാവരും നല്ലതുപോലെ എഴുതിയിട്ടുണ്ടാവും. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ. താങ്ക് യു.